നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. 2025 നമ്മളുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ! ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അടിപൊളി ഒരു വർഷമാവട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു 5 minutes മേക്കപ്പ് ആണ്. ലൈഫിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടിരിക്കുന്ന ടീംസ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ അമ്മമാരാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ അങ്ങോട്ട് സമയം കിട്ടില്ല. തിരക്കായിരിക്കും. നമ്മൾ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ജോബും ഒക്കെ കൊണ്ട് ഈ മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുമ്പോൾ ചാടി പിടിച്ച് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കിയിട്ടായിരിക്കും നമ്മളൊക്കെ ഓടുക. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഒരുങ്ങി പോവാന്നൊക്കെ വിചാരിക്കുക. പണ്ടത്തെ ഞാനാണെങ്കിൽ ഒരുപാട് സമയമൊക്കെ എടുത്ത് പതുക്കെ സാപ്പാസ മട്ടിലാണ് റെഡി ആവുക. ചിലപ്പോഴൊക്കെ എനിക്ക് ഗോപുന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും. എന്താണ് ഇത് ഇത്രയും നേരം എടുക്കുന്നത്? ഗോപു റെഡി ആയിട്ട് ഇങ്ങനെ വളരെ അക്ഷമനായിട്ട് സോഫയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഒരു കുഞ്ഞായ ശേഷം ഗൈസ് വന്ന ചേഞ്ച് എന്ന് വെച്ചാല് ഷടോടെ എന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് പോവാനടക്കം ഞാൻ പഠിച്ചു. അങ്ങനെയുള്ള എന്റെ ഒരു മേക്കപ്പ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. 2025 തുടക്കത്തിൽ ഒരു സന്തോഷം കൂടി. ആര്യക്കുട്ടന്റെ 4 വയസ്സാവുകയാണ്. ജാനുവരി 10th കേട്ടോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന. ആര്യക്കുട്ടന്റെ ബർത്ത്ഡേ ജാനുവരി 13th. മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യം സ്കിൻ പ്രെപ്പ് ചെയ്യണം. അപ്പൊ അതിന് ആദ്യം നല്ലൊരു മോയ്സ്ചറൈസർ ഇടണം. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അക്വലോജിക്കയുടെ ഈ ഒരു മിൽക്ക് ഫ്ലൂയിഡ് മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസറിന് നല്ല മിൽക്കി ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആണുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ്ഡ് ആവും. ആൻഡ് എനിക്ക് ഒരു 48 hours മോയ്സ്ചറൈസേഷൻ തരും. ഇറ്റ് മേക്സ് മൈ സ്കിൻ ഫീൽ വെൽവെറ്റി സ്മൂത്ത് ആൻഡ് ഈവൻസ് ഔട്ട് മൈ സ്കിൻ ടോൺ വിത്ത് ഇൻഗ്രീഡിയൻസ് ലൈക്ക് വൈറ്റ് ബെറീസ് ആൻഡ് ആൽഫ ആർബിറ്റിൻ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു കയ്യിൽ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് മറ്റേ കൈ ബെയർ ആയിട്ട് വിടുകയാണ്. ബെയർ ഹാൻഡിൽ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് ഒഴുകിപ്പോയി. പക്ഷെ നമ്മുടെ മോയ്സ്ചറൈസ്ഡ് ഹാൻഡിൽ വെള്ളം ഒഴിച്ചപ്പോൾ അത് നനഞ്ഞു. ആ വെള്ളം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഷോയിങ് ഹൗ വെൽ ദിസ് പ്രൊഡക്റ്റ് ഹോൾഡ്സ് മോയ്സ്ചർ. ഇതിന് 2 more വേരിയന്റ്സ് കൂടെ ഉണ്ട് ഡിഫറെന്റ് സ്കിൻ നീഡ്സിന് സ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട്. ഗ്ലോ പ്ലസ് വിച്ച് ബ്രൈറ്റൻ സ്കിൻ വിത്ത് പപ്പായ എക്സ്ട്രാക്ട് ആൻഡ് വൈറ്റമിൻ സി, ആൻഡ് ബാരിയർ പ്ലസ് വിച്ച് ഹെൽപ്സ് റിപ്പയർ യുവർ സ്കിൻ ബാരിയർ യൂസിംഗ് അവക്കാഡോ ആൻഡ് 5 essential ceramides. ആൻഡ് ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ആൻഡ് അടിപൊളി കാര്യം എന്താണെന്നറിയോ, ഇത് പെറ്റ അപ്രൂവ്ഡ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, വീഗൻ ആണ്. പ്ലസ് ഇറ്റ്സ് ഫ്രീ ഫ്രം സൾഫേറ്റ്സ്, പാരബൻ, ടാലേറ്റ്സ് ആൻഡ് മിനറൽ ഓയിൽ. പ്ലസ് ഇത് നമുക്ക് ആ ഒരു വെൽവെറ്റി സ്മൂത്ത് സ്കിൻ തരും. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ജസ്റ്റ് ഒന്ന് ബാഗിൽ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ വേണമെന്ന് തോന്നുന്ന സമയത്ത് യൂസ് ചെയ്യാം. അക്വലോജിക്കയുടെ ഒരു മിൽക്ക് ഫ്ലൂയിഡ് മോയ്സ്ചറൈസർ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. യൂസ് മൈ കോഡ് NIMI2025 to get 20% ഡിസ്കൗണ്ട് ഓൺ അക്വലോജിക്കാസ് വെബ്സൈറ്റ്. അപ്പൊ സ്കിൻ നല്ല വെൽ പ്രെപ്ഡ് ആയി, ഹൈഡ്രേറ്റഡ് ആയി. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഞാനിത് ഈ ഒരു ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഇതിന് വലിയ കവറേജ് ഒന്നും ഇല്ല. ഇത് ഹോളിവുഡ് ഫിൽറ്റർ ഫൗണ്ടേഷൻ ആണ്, ഷാർലറ്റ് ടിൽബറിയുടെ. ജസ്റ്റ് ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. വലിയ കവറേജും അതുപോലെ ഈ മാർക്സ് ഒന്നും ഹൈഡ് ആവുന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ജസ്റ്റ് നമ്മളുടെ ഈ ഒരു അണ്ടർ ഐ, കാരണം ഉറക്കം രാവിലെ ഒക്കെ എണീക്കുന്നതുകൊണ്ട് ചിലപ്പം കണ്ണൊക്കെ സീനായിട്ട് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒരു ബൂസ്റ്റ് കിട്ടാൻ ഒരു ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. BB ക്രീം ഇപ്പം ഞാൻ ഇടുന്നത് കുറവാണ്, കാരണം എനിക്കത് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി ഇപ്പം എൻ്റെ സ്കിന്നിൽ. നമ്മുടെ സ്കിൻ ടൈപ്പ് ഈ വെതറിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നല്ല ബ്രീത്തബിൾ ആയിട്ട് തോന്നും. ഒരു ഹെവി ഫൗണ്ടേഷൻ ഇട്ട ഒരു ഫീൽ വരാറില്ല. ഫൗണ്ടേഷൻ എപ്പോഴും ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ എൻ്റെ ബ്രഷ് എടുക്കും. ഈ കൈകൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല. നമ്മളുടെ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഉദ്ദേശം തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. കണ്ടോ, ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ ലെയേർഡ് ആയിട്ട് കിടക്കില്ല. ജസ്റ്റ് നമ്മുടെ സ്കിൻ ആയിട്ടേ തോന്നുള്ളൂ കേട്ടോ. എപ്പോഴും ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എടുക്കുക. ഹായ്, ബ്യൂട്ടിഫുൾ ഫിനിഷ് കേട്ടോ. ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര തിരക്ക് പിടിച്ച് റെഡിയാവുന്നതാണെങ്കിലും ഞാൻ മിസ് ചെയ്യാത്തൊരു സ്റ്റെപ്പാണ് എൻ്റെ ഐബ്രോസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ജസ്റ്റ് ഐബ്രോസ് ആദ്യം ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കും വേഗത്തിൽ. എന്നിട്ട് വരയ്ക്കും. നല്ലൊരു ഐബ്രോ പെൻസിൽ എടുക്കുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ ഐബ്രോസ് വരയ്ക്കുമ്പോൾ ഒരുപാട് ഡാർക്കാക്കി ആദ്യം തന്നെ വരയ്ക്കരുത്. ശരിക്കും മേക്കപ്പിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, നമുക്ക് ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സ് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. സത്യം പറഞ്ഞാൽ മേക്കപ്പും ഞാനും തമ്മിൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണുള്ളത്. കുഞ്ഞു പ്രായത്തിൽ തുടങ്ങിയതാണ് ഞാൻ ഡാൻസിന് മേക്കപ്പ് ഇട്ടിട്ട്. പക്ഷെ അത് ഇതുപോലെ ഒന്നല്ല, അത് ഹെവി മേക്കപ്പാണ്. പക്ഷെ അന്നും എനിക്ക് ഇഷ്ടമാണ് ആ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലിഫ്റ്റപ്പ്. നമ്മളുടെ മുഖം ഭരതനാട്യത്തിന് കുച്ചിപ്പിടിക്കൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്ത ആളായിരിക്കില്ല, ചെയ്യാനിരിക്കുന്ന ആളായിരിക്കില്ല എണീറ്റ് പോകുമ്പോൾ വേറെ തന്നെ ഒരു ലുക്കായിരിക്കും. ഒരു ഡിവൈൻ ലുക്ക് ക്ലാസിക്കൽ ഡാൻസേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതാണ് മേക്കപ്പും ഞാനും തമ്മിലുള്ള ബന്ധം അന്ന് തുടങ്ങിയതാണ്. 3 വയസ്സിൽ തുടങ്ങിയ 3 വയസ്സിൽ. ഇനി ഞാൻ എൻ്റെ ഈ ബ്ലാക്ക് കാജൽ വെച്ചിട്ട് ഒന്ന് കണ്ണെഴുതും. അഥവാ വൈകിപ്പോയി ഞാൻ കാറിൽ ഇരുന്നിട്ട് അതിൽ കണ്ണെഴുതും. ഗൂഗിൾ ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മുടെ റോഡ് ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആണല്ലോ. അപ്പൊ എന്നോട് പറയും ഞാൻ സ്മൂത്ത് ഒരു റോഡിൽ എത്തിയിട്ട് നിനക്ക് നിർത്തിത്തരാം, അല്ലെങ്കിൽ അപ്പൊ എഴുത്. പക്ഷെ നമ്മൾക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവില്ല അല്ലേ ഗേൾസ്? നമ്മളിതിന് വെരി വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. എത്ര കുണ്ടും കുഴിയുള്ള റോഡാണെങ്കിലും നമ്മൾ കണ്ണെഴുതും. ഇനി ഒരു മസ്കാര ഇടാം. മസ്കാര ചിലപ്പോൾ എൻ്റെ ഈ വെരി ഫാസ്റ്റ് ആയിട്ട് ഒരുങ്ങി പോകുന്ന സമയത്ത് മസ്കാര ഇടണമെന്നില്ല. മസ്കാര ഞാൻ ആക്ച്വലി വലിയ കംഫർട്ടബിൾ അല്ലാത്തൊരു സാധനമാണ്. ജെനുവൻലി സ്പീക്കിംഗ് ഞാൻ മസ്കാര ഇടാൻ താല്പര്യപ്പെടാറില്ല. എനിക്ക് കണ്ണിനൊരു മാതിരി ഇങ്ങനെ ഒരു ഭാരം കിടക്കണ പോലെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു കണ്ണിൻ്റെ ലുക്ക് ഭംഗി കിട്ടണമെങ്കിൽ മസ്കാര ഇടണം ഗൈസ്. അതിടാം. മസ്കാര വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നോട് അവിടെയുള്ള സ്റ്റോറിൽ പിള്ളേർ പറയും വാട്ടർ പ്രൂഫ് മസ്കാര എടുത്ത് തരട്ടെ. ഞാൻ പറയും വേണ്ട, വാട്ടർ പ്രൂഫ് അല്ലാത്ത വെള്ളം കൊണ്ടാ പോകുന്ന മസ്കാര ഏതാണ്, എനിക്ക് അത് എടുത്ത് തന്നാൽ മതി. കാരണം എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പൊ എനിക്ക് വാട്ടർ പ്രൂഫ് ഒന്നും വർക്ക് ആവില്ല. അപ്പൊ നല്ല ഡിന്നറിനൊക്കെ ഒരുങ്ങി കുറച്ച് ഇതുപോലെ പോവുകയാണെങ്കിൽ ഇപ്പൊ കണ്ടോ ഈ 2 ഐസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കേ. ഉണ്ട്, വിസിബിൾ ഡിഫറൻസ് ഉണ്ട്. മസ്കാര ഇടുമ്പോൾ കണ്ണിങ്ങനെ വിടർന്നു വരും. They all seem to change while I'm still the same, 'cause I just can't let go, and there's no one to blame, it's just the way it is. ഇനി ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതാണ് ദ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ലുക്കിനെ ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്യും. നമുക്ക് ആ ഒരു ഫ്രഷ് യൂത്ത്ഫുൾ ഗ്ലോ തരും ഫേസിൽ. ഞാൻ എപ്പോഴും ഈ ഒരു ലിപ് ടിന്റ് ആണ് യൂസ് ചെയ്യുക. ഇതുപോലെ യൂസ് ചെയ്യാനും എളുപ്പമാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യം തീരും. ടിങ് 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 ടിങ്. ഇനി ഇതിൽ ഞാൻ അധികം സമയവും കെയറൊന്നും കൊടുക്കാറൊന്നുമില്ല. ചുമ്മാ കൈ വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ ഒരു റോസി ഗ്ലോ വരും. ഇതും ലെയേർഡ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ കാരണം. വേണമെങ്കിൽ കുറച്ച് ലിപ്പിലും കൊടുക്കാം. കണ്ടോ മമ്മ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഒരു ഓയിലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കുറച്ച് എന്താ പറയാ കൂടുതൽ ഗ്ലോയി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ആകെ ഇടാറ് അണ്ടർ ഐസിന്റെ താഴെ മാത്രമാണ്, വേറെ ഒന്നും ഇടില്ല. മാറ്റായിട്ട് കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കൂടി പോയാൽ കഴുത്തിലൊക്കെ ഡൺ. ഈ ഒരു ലുക്ക് ഇതേപോലെ നിൽക്കാൻ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ, ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ, നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഒന്നാമത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ കട്ട മേക്കപ്പ് ഒന്നല്ല, അതുകൊണ്ട് തന്നെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്കിന്നിന് ലെയേർഡ് അല്ല, ലൈറ്റ് ആണ് സ്കിന്ന്, കുറച്ച് ഗ്ലോയിങ് ആണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്കിന് പകരം ഞാൻ ഇടാറ് ഈ ഒരു ലിപ് ടിന്റ് ആണ്. ഇതൊരു റെഡ് കളർ ലിപ് ടിന്റ് ആണ്. കുറച്ച് ലോങ് സ്റ്റേ ചെയ്യും ആൻഡ് കുറച്ച് നാച്ചുറൽ ആയിട്ട് കിടക്കും കേട്ടോ. ഇത് ക്യാമറയിൽ അതുകൊണ്ട് കുറച്ച് അങ്ങനെ റെഡായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അങ്ങനെയില്ല. പിന്നെ ഹെവി ലുക്ക് തരില്ല. ടിന്റ് ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചുണ്ടിൽ ഇങ്ങനെ തൊട്ടാലും കയ്യിലൊന്നും ആവില്ല. ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടോ എന്നുള്ള ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കളറും ചുണ്ടിൽ കിടക്കും. നമ്മുടെ കൊറിയൻ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കൊറിയൻസിനെ എന്തായാലും അവരുടെ സ്കിന്നും മുടിയൊക്കെ. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ഗ്ലോസ്. ഈ ഒരു ടിന്റ് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ ലിപ്സ് കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ ഞാൻ ഈ ഒരു ഗ്ലോസ് ഇട്ട് കൊടുക്കും. നല്ല സ്മെല്ലുമാണ്, തിന്നാൻ തോന്നും. ഓൾ റൈറ്റ് ഡിയേഴ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ എൻ്റെ മുന്നിൽ കണ്ണാടി ഉണ്ട്. ഞാൻ ഈ ഒരു വൈറ്റ് ഷർട്ടും ഡെനിയുമാണ് എന്നിട്ടുള്ളത്. ഡെനിയും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇതാണ് എൻ്റെ ആ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ക്വിക്ക് 5 minute മോം മേക്കപ്പ് ലുക്ക്.
സെൽഫ് ലവ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം നമ്മൾ എത്ര ഹെക്ടിക് സ്കെഡ്യൂളാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ എവിടെ പോകുമ്പോഴും ഒരുങ്ങിയിട്ടൊക്കെ പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി ഒരുങ്ങാൻ ഇഷ്ടമല്ലേ, നിങ്ങൾ ഒരുങ്ങണ്ട, അത്രയേ ഉള്ളൂ. ഓൾറൈറ്റ് മൈ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ലോട്ട്സ് ഓഫ് ലവ്. എൻ്റെ അടുത്ത് പറയും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനിയും ഓരോ കുഞ്ഞു ലുക്കായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ലവ് യു, ബൈ.